ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലുള്ള സെറ്റപ്പാണ്. ഇത് ശരിക്കും നമുക്കൊരു സ്വിംഗ് ട്രേഡോ അല്ലെങ്കിൽ ഒരു മിഡ് ടേം ഒരു ഏഹ് 2ഓ 3ഓ മാസത്തേക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വളരെ കുറച്ച് ആഴ്ചകൾ കൊണ്ടോ ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു മെത്തേഡാണ്. ഇതിപ്പം ചില സ്റ്റോക്കുകൾ പെട്ടെന്ന് തന്നെ ടാർഗറ്റ് ആവും. ഇപ്പം ഈ കൊടുത്തിരിക്കുന്ന RPSG എന്ന് പറഞ്ഞ സ്റ്റോക്കെന്ന് വെച്ചാൽ ഈ 607ന്റെ അവിടുന്നൊരു സപ്പോർട്ട് എടുത്ത് കയറിയത് ഫസ്റ്റ് വീക്ക് ക്യാൻഡിലാണ്. രണ്ടാമത്തെ ക്യാൻഡില്, മൂന്നാമത്തെ ക്യാൻഡില് ടാർഗറ്റായി. ചില സ്റ്റോക്കുകളിലെന്ന് വെച്ചാൽ പെട്ടെന്ന് ടാർഗറ്റ് ആവൂല. ഫസ്റ്റ് ഈ റെസിസ്റ്റൻസ് ഏരിയ വരെ പോവും. പിന്നെ ഈ ഒരു ഏരിയയിലായിരിക്കും പ്രൈസ് കുറേ കാലം നിൽക്കണത്. അത് കഴിഞ്ഞിട്ടായിരിക്കും അവിടുന്നൊരു മൂവ്മെന്റ് വരണത്. ചില സ്റ്റോക്കുകൾ മാത്രം പെട്ടെന്ന് കയറിപ്പോവും. അപ്പോൾ ഇത് നമ്മള് വളരെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതാണ്. ഇത് ഞാൻ ഇന്ന് NTPC ഗ്രീനിന്റെ ഒരു സ്റ്റോക്ക് വെരി ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് സാധ്യതയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്നു. അപ്പോൾ അതില് കുറച്ച് ആൾക്കാര് ചോദിച്ചു അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് പക്ഷെ അവർക്ക് വേണ്ടി ഈ ഒരു മെത്തേഡിലുള്ള കുറച്ച് സ്റ്റോക്കുകൾ കാണിച്ചു തരാം. അതിന്റെ പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത്. 100% കേറി പോകണമെന്നില്ല. ചില സ്റ്റോക്കുകൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് ഫെയിൽ ആയിട്ട് താഴോട്ട് വരാം. താഴോട്ട് വന്നാലും ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് എടുത്ത് ആയിരിക്കും പിന്നെ തിരിച്ച് കയറണത്. അപ്പോൾ നമുക്കിതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ആവണേന് മുമ്പേ നമുക്ക് എൻട്രി എടുക്കാം. ഈ ഒരു ഏരിയയിൽ നിന്ന്. ഈ 607 എന്ന ഏരിയയിൽ നിന്ന് ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് പ്രൈസ് കയറുമ്പം തന്നെ നമുക്ക് ഇവിടെ നിന്നൊരു പ്രീമിയം എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് ഫെയിൽ ആയാൽ ഇവിടെ നിന്നൊരു ക്യാൻഡിൽ പോയിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഫെയിൽ ആയാലും നമുക്ക് ലോസ് വരൂല. നമ്മൾ ഇവിടുത്തെ ക്യാൻഡിലിൻ്റെ ലോയിലൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് ഹോൾഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത്രയും പ്രൈസ് മൂവ് ചെയ്ത് അവിടുന്ന് കയറി പോണതല്ലേ. അപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് ഫെയിൽ ആയാൽ പോലും ഈ ഫെയിലായി വരപ്പം തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് ലാഭമാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വളരെ സിമ്പിളാണ്. ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ കാണിച്ചു തരാം ഈ ഒരു മെത്തേഡിലുള്ളത്. ടാർഗറ്റ് ആയതും, മൂവ് ചെയ്യണതും, മൂവ് ചെയ്തുകൊണ്ടിരിക്കണതും എല്ലാം കാണിച്ചു തരാം. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സ്വിംഗ് ട്രേഡും അല്ലെങ്കിൽ മിഡ് ടൈമിലും ചെയ്യാൻ പറ്റും മാർക്കറ്റ് അനുകൂലമാണെങ്കിൽ. ബാക്കി ഈ സപ്പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ നേരത്തെ പഠിച്ചതിൽ എല്ലാം ഉണ്ട്. കഴിഞ്ഞ വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ആ ഒരു ഏരിയയിൽ നമ്മൾ സപ്പോർട്ട് ചേർത്ത് വരച്ചതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കഴിഞ്ഞ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് വേറൊരു സ്റ്റോക്ക് കാണിച്ചു തരാം. ഇത് ശരിക്കും പറഞ്ഞാൽ BSEയുടെ വേറൊരു രീതിയിലുള്ള ഒരു ചാർട്ടാണ്. ഇത് നമ്മൾ പറഞ്ഞതുപോലെ മുമ്പ് നല്ലൊരു സപ്പോർട്ടിൽ ബ്രേക്കൗട്ടായ ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡാണ്. ആ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്ത് ഇപ്പം നിലവിൽ ഹൈ ബ്രേക്ക് ചെയ്താണ് പ്രൈസ് നിൽക്കുന്നത്. പക്ഷേ അത് നമ്മൾ നേരത്തെ കണ്ട ചാർട്ട് പോലെ കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ടല്ല പോയത്. അതൊരു സൈഡ് പോലെ പോയാണ് അവസാനം ബ്രേക്ക് ചെയ്തത്. അത് ഒരുപാട് സമയമെടുത്തു. ഇവിടുന്ന് ഒക്ടോബറിലാണത് ബ്രേക്ക് ചെയ്തത്. പക്ഷേ അത് ഈ സപ്പോർട്ടിൽ നിന്ന് കയറിയത്. പക്ഷേ അത് ബ്രേക്ക് ഔട്ട് ആയത് ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി 9-ാം തീയതിയാണ്. അവിടെ ബ്രേക്ക് ഔട്ട് ഫെയിലായി. ഇപ്പം അടുത്ത് വീണ്ടും ബ്രേക്ക് ഔട്ടാണ്. ഇത് മറ്റൊരു സ്റ്റോക്കാണ് SBL എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതും ആ ഒരു സെയിം മെത്തേഡിലൊരു ഡൗൺ ട്രെൻഡ് ഉണ്ട്. ആ ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് ഈ നമ്മളുടെ സപ്പോർട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു സപ്പോർട്ടിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് അത് തിരിച്ച് കയറേണ്ടതാണ്. അതിപ്പോൾ മൂന്നാമത്തെ ക്യാൻഡിലും മൂന്നാമത്തെ വീക്കിലി ക്യാൻഡിലും ക്ലോസ് ആയിട്ടില്ല. എന്നാലും പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ മറികടക്കുകയാണെങ്കിൽ 936 മറികടക്കുകയാണെങ്കിൽ നമുക്കൊരു 1035 മുകളിലോട്ടൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു ഏരിയയിലൊക്കെ റെസിസ്റ്റൻസ് ഏരിയകൾ വരും. ഈ ഒരു ഹൈകളൊക്കെ 830-നകത്തൊക്കെ നമുക്ക് റെസിസ്റ്റൻസ് ഏരിയകൾ കിട്ടാവുന്ന സാധ്യതയുണ്ട്. എന്നാലും നമുക്കൊരു സ്വിംഗ് ട്രേഡിനായാൽ പോലും ഒരു 3 ക്യാൻഡിലായപ്പോഴും നമുക്കത് ലാഭമാണ്. നമ്മളിപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യണ ഒരാളാണെങ്കിൽ പോലും. എല്ലാ ചാർട്ടും ഞാൻ പറഞ്ഞത് എല്ലാം സെയിം മെത്തേഡായിരിക്കും. പക്ഷേ എല്ലാം ഒരേ കാറ്റഗറിയിൽ വരണ ചാർട്ടായിരിക്കില്ല. ചാർട്ടുകൾക്ക് പലതിലും വ്യത്യാസം വരും. പക്ഷേ മെത്തേഡ് ഒന്നാണ്. പലതും പല രീതിയിലായിരിക്കും ചാർട്ടുകൾ കാണാനിരിക്കുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളെല്ലാം ഒരേ മെത്തേഡിലുള്ളതായിരിക്കും. അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചാർട്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മറ്റൊരു സ്റ്റോക്കാണ് ഇൻഡോ സോളാർ ലിമിറ്റഡ്. ഇത് നമ്മളെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നതാണ്. ഇതും ബ്രേക്കൗട്ട് കഴിഞ്ഞ ശേഷം ഫസ്റ്റിൽ ബ്രേക്കൗട്ട് കിടന്ന് ഫെയിലായി. അതിനുശേഷം പ്രൈസ് താഴോട്ടിറങ്ങി വീണ്ടും അടുത്ത 3 ക്യാൻഡിഡേറ്റ്സും കണ്ടിന്യൂസ് ആയിട്ട് അത് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇത് ടാർഗറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ലെവൽ വരെ പോവാൻ സാധ്യത ഉണ്ട്. 712 വരെ പോവാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും നമുക്കിത് 2 രീതിയിൽ നമുക്ക് എൻട്രി നമുക്ക് പരിഗണിക്കാവുന്നതാണ്.
ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യണ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് വേണമെങ്കിൽ എൻട്രി എടുക്കാം. ചില സമയങ്ങളിൽ ദാ ഇതേപോലെ ബ്രേക്ക് ഔട്ട് കിടക്കും, ഫെയിൽ ആവും. എന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് ഔട്ട് നടന്നത് ചിലപ്പം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ വല്ലതും ആയിരിക്കാം. പക്ഷേ വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യണ സമയത്ത് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തപ്പം അവിടെ സെല്ലിങ് വന്ന് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് താഴെ ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ നമുക്കവിടെ ഒരു കൺഫേം അല്ല. പക്ഷേ വീണ്ടും പ്രൈസ് അടുത്ത ആഴ്ച ഒന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും കയറി വന്നിട്ടുണ്ട്. ശരിക്കും നമ്മളിതൊരു പ്രീമിയം എൻട്രി എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മളുടെ പ്രീമിയം എൻട്രി. നമ്മൾ സപ്പോർട്ടുകൾ മനസ്സിലാക്കി സപ്പോർട്ടിൽ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ അതാണ് നമ്മളുടെ പ്രീമിയം എൻട്രി. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രീമിയം എൻട്രി അല്ല. ഈ ബ്രേക്ക് ഔട്ട് കഴിയണത് പ്രീമിയം എൻട്രി ആയിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ എൻട്രി കിട്ടിയ നമ്മൾ നേരത്തെ SBL പറഞ്ഞതുപോലെയും അല്ലെങ്കിൽ ബാക്കി വേറെ 2 സ്റ്റോക്ക് പറഞ്ഞില്ലേ, ആ ഒരു രീതിയിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പ്രീമിയം എൻട്രി എടുത്താൽ നമുക്ക് റിസ്ക് കുറവാണ്. കാര്യം ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഫെയിലായാൽ പോലും നമ്മളിവിടെ എക്സിറ്റ് ചെയ്തെന്ന് വെച്ചോ, എക്സിറ്റ് ചെയ്താൽ നമുക്ക് ലാഭമാണ്. മറ്റേത് ഇവിടെ നമ്മൾ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കും. ബ്രേക്ക് ഔട്ട് ഫെയിലായി താഴോട്ട് വരികയാണെങ്കിൽ ചിലപ്പം ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ഫെയിലായി ചിലപ്പോൾ ഇതേപോലെ കയറി പോകണമെന്നില്ല. വീണ്ടും ഈ ഒരു ഏരിയ വരെ വീണ്ടും തിരിച്ച് വരും. തിരിച്ച് വന്നിട്ട് ചിലപ്പോൾ അടുത്ത അറ്റംപ്റ്റ് ആയിരിക്കും കയറി പോണത്. ചില സമയങ്ങളിൽ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ഫെയിലായി ഇങ്ങ് താഴെ വരാം. താഴെ വരികയാണെങ്കിൽ നമ്മളുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റി നമ്മളിവിടെ എക്സിറ്റ് ചെയ്യണം. ഇവിടുന്ന് വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യണം. പിന്നെ നമ്മളത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വീണ്ടും നല്ലൊരു രീതിയിൽ താഴോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. ഇത് മറ്റൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കിത് ചാർട്ട് കണ്ടപ്പം തന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി കാണും. നമ്മൾ മുമ്പ് കണ്ടതുപോലെ സെയിം മെത്തേഡിലുള്ള ചാർട്ടാണ്. താഴെ വന്ന് സപ്പോർട്ട് പ്രീമിയം ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറും. ചില സമയങ്ങളിൽ ഈ ഒരു ഏരിയ ടച്ച് ചെയ്യണമെന്നില്ല. ടച്ച് ചെയ്യാതെ ഈ പ്രൈസ് കയറി പോകും. ചില സമയങ്ങളിൽ മാത്രമേ നല്ലൊരു സപ്പോർട്ട് എടുത്ത് കയറുകയുള്ളൂ. ചില സമയങ്ങളിൽ അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ കയറിപ്പോകും. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പം 346 നമ്മൾ കണ്ട സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സപ്പോർട്ട് അതാണ്. ചിലപ്പോൾ അതിന് മുകളിൽ നമ്മളൊരു നമ്മളെ ആപ്പിൽ അലാറം വെച്ച് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഒരു പ്രൈസിൽ നമ്മൾ അലാറം സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ വരപ്പം പ്രൈസ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ആപ്പിൽ. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് വാച്ച് ചെയ്യാം. എവിടെന്നെങ്കിലും തിരിച്ച് കയറി പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നല്ലൊരു എൻട്രി കിട്ടും. പ്രീമിയം ഏരിയയിൽ നിന്ന് നമുക്ക് നല്ലൊരു എൻട്രി കിട്ടും. പിന്നെ താഴോട്ട് പോയാൽ എക്സിറ്റ് ചെയ്യണം. ക്ലോസ് ചെയ്യണമെങ്കിൽ വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ ഇതും ആ സെയിം മെത്തേഡിലുള്ള ഒരു ചാർട്ടാണ്. ഇതും ആ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് പ്രൈസ് ആ ഒരു ഏരിയയിൽ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില സ്റ്റോക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് കയറി പോകും. ഒരു 3 ആഴ്ച കൊണ്ട് ആദ്യം കാണിച്ച സ്റ്റോക്ക് ടാർഗറ്റ് ഹിറ്റായതാണ്. പക്ഷേ ഈ സ്റ്റോക്കുകൾ നോക്കി ഇത് വീക്ക്ലി ക്യാൻഡിലാണ്. ഇത് 3 1 2 3 4 5 6 7 8 9 10 11 12 12ാമത്തെ ആഴ്ചയാണ് ഇപ്പം നിൽക്കുന്നത്. എന്നിട്ടും ആ ഒരു ഏരിയ മറികടന്ന് പോയിട്ടില്ല. അപ്പം ചില സ്റ്റോക്കുകൾ നമ്മളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന സ്റ്റോക്കുകളുമുണ്ട്. അപ്പോൾ അതിൻ്റേതായ സമയമെടുക്കും. ചില സ്റ്റോക്കുകൾ മാത്രമേ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പം ഈ ഒരു മെത്തേഡിൽ നമുക്ക് പരീക്ഷിക്കാം. ചിലപ്പം 3 ആഴ്ച കൊണ്ട് തന്നെ പോകണമെന്നില്ല. നമ്മൾ നേരത്തെ കണ്ടതുപോലെ 3 ആഴ്ച കൊണ്ട് പോകുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ഫണ്ടും കൊണ്ട് ഇട്ട് കളയല്ലേ. ചിലപ്പം മാർക്കറ്റ് അനുകൂലമല്ല അല്ലെങ്കിൽ ആ സ്റ്റോക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ മൂവ് ആയില്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ട് അവിടെ ബ്ലോക്ക് ആവും. പ്രീമിയം ഏരിയയിൽ നിന്ന് എൻട്രി എടുത്താൽ നമുക്ക് വലിയ റിസ്ക് ഇല്ല. പക്ഷേ നിങ്ങൾ ഇവിടെ നിന്നൊക്കെയാണ് എൻട്രി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ടായി ഈ 635ൽ ബ്രേക്ക് ഔട്ട് ആയപ്പോഴാണ് നിങ്ങൾ എൻട്രി എടുത്തത്. പ്രൈസ് താഴെ വന്നില്ലേ? താഴെ വന്ന് 512 താഴെ വന്നു. അപ്പോൾ ഏകദേശം ഒരു 10, 100 രൂപയ്ക്ക് താഴെ പ്രൈസ് വന്നു. എന്നിട്ടാണ് വീണ്ടും പോയത്. അപ്പോൾ അത് ആഴ്ചകൾ എടുത്ത ശേഷമാണ് വീണ്ടും നിങ്ങൾ വാങ്ങിച്ച ഒരു ഏരിയയിലോട്ട് വീണ്ടും വരണത്. അപ്പോൾ അത് സമയമെടുക്കും. അപ്പോൾ നിങ്ങളുടെ ഫണ്ട് അത്രയും സമയം ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊരു എമർജൻസി ഫണ്ടാണ് നിങ്ങളവിടെ ഇട്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ട് അവിടെ ലോക്കാവും. ഇത് മറ്റൊരു സ്റ്റോക്കാണ് സിൽച്ചാർ ടെക്നോളജീസ്. ഇതിൻ്റെ NSE എടുത്ത് നോക്കല്ലേ. NSEയിൽ പുതിയ ലിസ്റ്റിംഗ് ആണ്. നിങ്ങളിത് BSE എടുത്ത് നോക്കണം. BSEയിലെ പഴയ ചാർട്ടുള്ളൂ. അപ്പോൾ ഇതും നമ്മൾ സപ്പോർട്ടിൽ ആയിരുന്നെങ്കിൽ ഈ ഒരു നമ്മൾ സപ്പോർട്ട് നേരത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കിതാണ് പ്രീമിയം എൻട്രി. 2953 റേഞ്ചിൽ നിന്ന് തിരിച്ച് കയറപ്പെടായിരുന്നു നമ്മളുടെ പ്രീമിയം എൻട്രി. അപ്പം ഈ ഒരു ഏരിയയിൽ നമ്മൾ എൻട്രി എടുത്താൽ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ഫെയിലായാൽ പോലും നമുക്കിവിടെ എക്സിറ്റ് ചെയ്താൽ പോലും നമുക്ക് ലാഭമാണ്. നമുക്ക് ഏകദേശം 10, 600, 700 പോയിൻ്റ് നമുക്ക് ലാഭമാണ്. ഈ ഒരു ഡൗൺ ട്രെൻഡ് വരെ നമുക്ക് ആദ്യത്തെ റെസിസ്റ്റൻസ് ഏരിയ പ്രതീക്ഷിക്കാം. അവിടുന്ന് ബ്രേക്ക് ഔട്ടായി പ്രൈസ് ആ ഒരു ഏരിയ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അടുത്ത ടാർഗറ്റ് ഈ ഒരു ഏരിയ വരെ നിലവിലെ ഹൈ വരെ പ്രതീക്ഷിക്കാം. അതിനിടയ്ക്കും പല റെസിസ്റ്റൻസ് ഏരിയകളും ഉണ്ട്. എന്നാലും നമുക്കൊരു മെയിൻ ടാർഗറ്റായിട്ട് ഈ ഹൈ വരെ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതും ആ സെയിം മെത്തേഡിൽ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ഒരു സ്റ്റോക്ക് കണ്ടില്ലേ,
ആ സ്റ്റോക്ക് ഒരു ഏകദേശം 12 ആഴ്ച കൊണ്ട് ആ ഒരു ഏരിയയിൽ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അതേ മെത്തേഡിലല്ലേ ഇതും നിൽക്കുന്നത്. ഇത് 3, 6, 9 അല്ല 3, 6, 8 ആഴ്ച കൊണ്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് 9ാമത്തെ ആഴ്ചയാണ് അത് ബ്രേക്കൗട്ട് കിടന്നത്. കഴിഞ്ഞ ആഴ്ച ഇത് ബ്രേക്കൗട്ട് ചെയ്തതാണ്. ഈ ആഴ്ച പ്രൈസ് അതിൻ്റെ ആ ഒരു ഏരിയയിൽ നിൽപ്പുണ്ട്. അപ്പം ചില സ്റ്റോക്കുകൾ ഇതേപോലെ സമയമെടുത്ത് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ചില സ്റ്റോക്കുകൾ പെട്ടെന്ന് കയറിപ്പോവും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഈ ഒരു മെത്തേഡ് വളരെ സിമ്പിളാണ്. നമുക്ക് ടാർഗറ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ് മാർക്കറ്റ് അനുകൂലമാണെങ്കിൽ. മാർക്കറ്റ് അനുകൂലമല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും പറയും മാർക്കറ്റ് അനുകൂലം അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് വർക്കാവൂല എന്നാണ് പറയുന്നത്. പക്ഷേ ടെക്നിക്കൽ സൈഡ് വർക്കാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കണത് ബൈ ആണ്. ബൈ ചെയ്യുമ്പം സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് മുകളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് ലാഭമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കൽ സൈഡിൽ മാർക്കറ്റ് നെഗറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. സെല്ല് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റോക്ക് ഡെലിവറി എടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് പോയാൽ ലാഭമുള്ളൂ. നമുക്ക് ഇൻട്രാഡേ ചെയ്യാം. അല്ലെങ്കിൽ ഓപ്ഷൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പഠിച്ച് ചെയ്യേണ്ടതാണ്. എല്ലാം പഠിച്ചാണ് ചെയ്യേണ്ടത്. ഇതിപ്പം സ്റ്റോക്ക് വാങ്ങിക്കണമെങ്കിൽ പോലും നമ്മളൊരു സ്റ്റോക്ക് ഡെലിവറി എടുത്താൽ പോലും അത് പഠിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് താഴോട്ട് പോയാലും ആ ടെക്നിക്കൽ സൈഡ് ശരിക്കും പറഞ്ഞാൽ വർക്കാവും. നമുക്ക് ഈ മുകളിലോട്ട് പോകുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ് താഴോട്ട് വരപ്പോഴും കാണിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ തിരിച്ച് കണ്ട് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. ഈ കാണുന്നത് തിരിച്ച് സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും. അല്ലാതെ താഴോട്ട് പോകുമ്പം അല്ലെങ്കിൽ മാർക്കറ്റ് നെഗറ്റീവ് ആവുമ്പം ടെക്നിക്കൽ സൈഡ് വർക്കാവാതിരിക്കൂല. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വർക്കാവും. നമുക്കത് വ്യക്തമായ ഒരു പ്ലാനോടെ നമുക്കത് പഠിച്ച് ചെയ്യാൻ പറ്റും. ഇത് ആ ഒരു സെയിം മെത്തേഡിലുള്ള വേറെ ചാർട്ടാണ്. ഇത് ഞാൻ പല സ്റ്റോക്കുകളായിട്ട് കാണിച്ചു തരുന്നത് പലതും പല രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ മെത്തേഡ് ഒന്നാണ്. ചില ആൾക്കാർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും കാര്യം മനസ്സിലാവില്ല. അവർക്കൊക്കെ വേണ്ടിയാണ് ഇത് പല സ്റ്റോക്കുകളായിട്ട് ഇത് കാണിച്ചു തരുന്നത്. ഇത് ശരിക്കും ഈ കഴിഞ്ഞ ആഴ്ചത്തെ ബ്രേക്കൗട്ടിന് മുമ്പേ ഈ സ്റ്റോക്ക് കണ്ടതാണ്. പക്ഷേ അത് ബ്രേക്കൗട്ട് നടക്കുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് നല്ല രീതിയിൽ കയറിപ്പോയി. നമ്മൾ സാധാരണ ചില സമയങ്ങളിൽ ഈ ഒരു ഏരിയയിലൊക്കെ നിൽക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇത് നല്ല രീതിയിലാണ് കയറിപ്പോയത്. ഇത് ഏകദേശം 937ന്ന് 1345-നകത്ത് ഏകദേശം ആ റേഞ്ച് വരെ കയറിപ്പോയതാണ്. 300, 400 പോയിന്റിനകത്ത് കയറിപ്പോയി. ഒട്ടും പ്രതീക്ഷയില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രീമിയം എൻട്രിയാണ്. നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ നല്ല പ്രീമിയം എൻട്രിയാണ്. ചില സമയങ്ങളിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ പോസ്റ്റ് ചെയ്താലും ഈ ഒരു ഏരിയ ഈ റെസിസ്റ്റൻസ് ഏരിയ വരെ പോവും. ചിലപ്പോൾ അതുവരെ പോവില്ല. വീണ്ടും താഴോട്ട് വരും. ഈ ഇവിടെ നിന്നൊക്കെ പ്രൈസ് കയറി കണ്ടില്ലേ? ഇവിടുന്ന് ആ അങ്ങ് അറ്റം വരെ പോലും പോയിട്ടില്ല. താഴെ വരും. അപ്പോൾ ഈ ചിലപ്പം ഈ ഒരു റേഞ്ചിൽ കിടന്ന് ഇതിനെ കളിക്കും. പ്രൈസ് മൂവ് ചെയ്യില്ല. അപ്പം ആൾക്കാരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പം ചില സമയങ്ങളിൽ ഇത് മൂവ് ചെയ്യണത്. അപ്പം അങ്ങനെയുള്ള സാധ്യതകളും വരാം. അപ്പം ഇതും ആ ഒരു രീതിയിൽ സാധ്യതകളാണ്. മിക്കവാറും ഈ ആഴ്ച ഈ ഒരു ലെവലിലായിരിക്കും ക്ലോസ് ചെയ്യണത്. ക്ലോസ് ചെയ്ത ശേഷം ഈ ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പെന്ന് പറയാൻ പറ്റൂല. പ്രൈസ് ഓൾറെഡി ഇവിടുന്ന് കയറി പോയതാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പെന്ന് പറയാൻ പറ്റൂല. എന്നാലും ചിലപ്പോൾ ഈ FPG കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഷിഫ്റ്റ് ചാർട്ടിലൊക്കെ കണ്ടില്ലേ? ഇവിടെ ഒരു ബ്രേക്കൗട്ട് നടന്ന ശേഷം ആ പ്രൈസ് അതിൻ്റെ ഒരു പകുതിയിൽ വന്നിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞ ശേഷമാണ് മൂവ് ചെയ്ത് പോയത്. അഥവാ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പ്രൈസ് ക്ലോസ് ചെയ്ത് നല്ലൊരു മൂവ്മെൻറ്റം തരണമെങ്കിൽ പെട്ടെന്ന് അതിന് ടാർഗറ്റ് മുകളിലോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഒരു റേഞ്ചിലൊക്കെ 1585-ലൊക്കെ ചെറിയ റെസിസ്റ്റൻസ് ഏരിയകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഏരിയ 2075 അടുത്ത അടുത്ത റെസിസ്റ്റൻസ് ഏരിയ പറഞ്ഞത്. ഈ പറയണത് നമ്മളെപ്പോഴും ബ്രേക്കൗട്ട് കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആ സ്റ്റോക്കിൽ പോയി നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പം ആ ബ്രേക്കൗട്ടിൻ്റെ FPGയിലോട്ട് ഇറങ്ങി വരാം. അപ്പം ആ ബ്രേക്കൗട്ട് നടന്ന മദർ ക്യാൻഡിലിൻ്റെ FPGയിലോട്ട് വരാം. ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ടും കയറിപ്പോകും. അപ്പം പല സാധ്യതകളുണ്ട്. അപ്പം നമ്മളെപ്പോഴും ആവറേജ് ചെയ്യാൻ കുറച്ച് ഫണ്ട് വച്ചിരിക്കണം. വച്ചിരുന്നാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ താഴോട്ടിട്ടപ്പോൾ നമുക്ക് ആവറേജ് ചെയ്യാൻ പറ്റില്ല. എല്ലാ സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആദ്യം കാണിച്ചതുപോലെ 3ാമത്തെ ആഴ്ച കയറി പോകണമെന്നില്ല. ചില സ്റ്റോക്കുകൾ കണ്ടില്ലേ 13ഉം 12 ആഴ്ചയും ഒരേപോലെ നിന്ന സ്റ്റോക്കുകളുമുണ്ട്. ഇത് NTPC ഗ്രീനിൻ്റെ ഒരു ചാർട്ടാണ്. അതും ശരിക്കും പറഞ്ഞാൽ അതേപോലെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് ആദ്യത്തെ ഒരു ബ്രേക്കൗട്ടിൽ പ്രൈസ് അവിടെ ഹോൾഡ് ചെയ്തില്ല. ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം റെസിസ്റ്റൻസ് ഏരിയയുടെ അടുത്താണ്. അത് കഴിഞ്ഞിട്ട് പ്രൈസ് താഴോട്ടിറങ്ങി. താഴോട്ടിറങ്ങിയ ശേഷം അടുത്ത അറ്റംപ്റ്റ് വീണ്ടും വന്നിട്ടുണ്ട്. ഈ ആഴ്ച വീണ്ടും ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച ഈ ഒരു ഏരിയയിൽ പ്രൈസ് ഹോൾഡ് ചെയ്യോ അതേ വീണ്ടും സെല്ലിങ് വരുമെന്ന് അറിഞ്ഞൂടാ. അതിന് വെള്ളിയാഴ്ച വരെ നോക്കിയാലേ ഈ വീക്ക്ലി ക്യാൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതേപോലെ
ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ആയിരിക്കും വീണ്ടും 94, 95 റേഞ്ചിലോട്ടൊക്കെ ഇറങ്ങിയിട്ടായിരിക്കും വീണ്ടും അടുത്ത് കയറി പോവേണ്ട സാധ്യത. നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇവിടുന്ന് കയറി പോകുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഓക്കെയാണ്. പക്ഷേ ഇനിയും 2, 3 ദിവസം കൂടെ ഉണ്ട്. നാളെ അവധിയാണ്. എന്നാലും ബാക്കി 2, 3 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യണത് 13/4/2026 അപ്പോൾ ചൊവ്വാഴ്ച അവധിയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു 3 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ആ 3 ദിവസത്തിൽ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുമെന്ന് നോക്കണം. എങ്കിലേ ഒരു വ്യക്തത നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു പ്രീമിയം നമ്മൾ എൻട്രി ഇന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലെ ഒരു ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ നേരത്തെ പ്രീമിയം എൻട്രി എന്നെല്ലാം കഴിഞ്ഞ സ്റ്റോക്കുകളാണ് പറഞ്ഞത്. ഇത് ആ ഒരു മെത്തേഡിൽ പറഞ്ഞ വേറെ ഒരു രീതിയിൽ പറഞ്ഞ ഒരു സ്റ്റോക്കാണ്. ഇത് ശരിക്കും നമ്മൾ നേരത്തെ കണ്ടതെല്ലാം ഹോറിസോണൽ ലൈനിൽ സപ്പോർട്ട് കിട്ടിയ സ്റ്റോക്കാണ്. ഹോറിസോണൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ സെൻട്രൽ നമ്മൾ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത ആ ഒറ്റ ലൈന് കണ്ടിന്യൂസ് ആയിട്ട് നേരെ പോണത്. അതാണ് ഹോറിസോണൽ. ആ ഒരു ലൈനിൽ വന്ന സപ്പോർട്ട് എടുത്തതാണ് നമ്മൾ നേരത്തെ കണ്ടതെല്ലാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതൊരു ട്രെൻഡ് ലൈനാണ്. പഴയ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് ശേഷം വീണ്ടും ആ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്ത ഒരു സ്റ്റോക്ക്. ഇത് ട്രെൻഡ് ലൈനാണ്. ഇത് ഹോറിസോണൽ അല്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് തിരിച്ച് അതേപോലെ പോവില്ല. പക്ഷേ ആ സെയിം മെത്തേഡിലുള്ള ഒരു ചാർട്ടാണ്. മുകളിൽ നിന്ന് താഴോട്ട് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയ. അപ്പോൾ നമുക്കിവിടെ നിന്നായിരുന്നു ആ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത് കയറിയ ഈ ഒരു ഏരിയയാണ് നമ്മളെ പ്രീമിയം എൻട്രി. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ശേഷം അടുത്ത ക്യാൻഡിൽ ഇതിൻ്റെ മുകളിലോട്ട് രൂപപ്പെടുത്താൻ വേണമെങ്കിൽ നമുക്ക് എൻട്രി എടുത്താലും മതി. എന്നാലും നമുക്ക് ലാഭമാണ്. നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ഏരിയ വരെയാണ്. അതിന് മുമ്പേ സെല്ലിങ് വരികയാണെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യണം. ബ്രേക്ക്ഔട്ട് നടന്ന പ്രൈസ് അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടാനും സാധ്യതയുണ്ട്. പല റെസിസ്റ്റൻസ് ഏരിയകൾ ഈ ഒരു ഏരിയ 900-ന് മുകളിലും ഈ ഒരു ഏരിയ 1100-ന് മുകളിലോട്ടൊക്കെ റെസിസ്റ്റൻസ് ഏരിയകളുണ്ട്. എന്നാലും മിക്കവാറും സമയമെടുത്ത് തന്നെയായിരിക്കും കയറിപ്പോവുക. ഇവിടെ നല്ല സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ സമയമെടുത്ത് കയറിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ വളരെ സിമ്പിൾ മെത്തേഡിലുള്ള സംഭവമാണ്. അപ്പം നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആർക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പഠിക്കാൻ കിട്ടുന്ന സമയം പാഴാക്കണ്ട. ഇത് വളരെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇന്ന് 2 വര വരച്ചെന്നും പറഞ്ഞുകൊണ്ട് നാളെ നമ്മൾ മാർക്കറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ധാരണ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ മുമ്പേ ഇരുന്ന് പഠിച്ചാലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്കിന്ന് ഓരോ മിസ്റ്റേക്സ് മാത്രമേ നമുക്കിത് മുന്നേറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചാർട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചാർട്ടുകൾ ചെക്ക് ചെയ്യണം. ഇന്ന് നടന്ന മൂവ്മെൻറ്റും അതേപോലെ നാളെ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കണം. നമ്മളുടെ കണക്കുകൂട്ടലനുസരിച്ചാണോ മാർക്കറ്റ് മൂവ് ചെയ്യണത്, അല്ലെങ്കിൽ നമുക്കവിടെ എന്താണ് തെറ്റ് പറ്റിയത്, അത് നമ്മൾ സ്വയം തിരുത്താൻ തയ്യാറാവണം. എങ്കിലേ കാര്യമുള്ളൂ. ഇതൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ.